കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. വേദപുസ്തകത്തിലെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി വിദൂരത്തിലായി പോയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു സംശയം, ഇത് നമുക്ക് പ്രായോഗികമാണോ എന്ന്. എന്നോടിപ്പം ഇവിടുന്ന് ഈ കസേര വരെ ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലെറ്റ് മീ ട്രൈ, ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ. പക്ഷേ എന്നോട് ഇവിടുന്ന് ഒറ്റ ചാട്ടത്തിന് എന്തുവാ ഈ ഹോളിൻ്റെ പുറത്തോട്ട് ചാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിശ്രമിക്കത്തു പോലുമില്ല. കാര്യം എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിന്ന് ഒത്തിരി വിദൂരത്തിലാണ്. എന്നതുപോലെ എൻ്റെ ഇന്നത്തെ ജീവിതവും വേദപുസ്തകത്തിലെ ജീവിതവും തമ്മിൽ ഒത്തിരി ദൂരമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറയുകയാണ്, ഇത് നടക്കത്തില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം ഉണ്ട്, നമ്മൾ ചാടാൻ പറ്റത്തില്ലായിരിക്കും, സമ്മതിച്ചു. പക്ഷെ നടക്കാൻ പറ്റുമെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ നിന്ന് അവിടോട്ട് ഒറ്റ ചാട്ടത്തിന് ചാടാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. ഓവർനൈറ്റ് ഒരാൾ യേശുവിനെ പോലെ ഒന്നും ആകത്തില്ല. പക്ഷേ നമ്മളെ ഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതിനാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. മൈക്കലാഞ്ചലോയുടെ അടുത്ത് ഒരിക്കൽ അദ്ദേഹം ഒരു കൂട്ടുകാരനുമായിട്ട് ഒരുമിച്ച് നടക്കുന്ന കൂട്ടത്തിൽ മൈക്കലാഞ്ചലോ ഒരു ചെറിയൊരു സ്റ്റോൺ, ഒരു മാർബിൾ സ്റ്റോൺ കയ്യിലെടുത്ത്. കൂട്ടുകാരൻ ചോദിച്ചു, നീ ഇതുകൊണ്ട് എന്നാ ചെയ്യാൻ പോവാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒരു മാലാഖ ഉണ്ടാക്കാൻ പോകുകയാണ്. അതെങ്ങനെ മാലാഖ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് സോ ഈസി. എങ്ങനെ? I see an angel in it and I chisel away the rest of the things. ഞാൻ ഇതിൽ ഒരു മാലാഖയെ കാണുന്നു, കല്ലിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മാലാഖയെ കാണുന്നു, ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനിങ്ങനെ കൊത്തിക്കളയുന്നു, ചെത്തിക്കളയുന്നു. സോ ഈസി. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു കല്ലിൽ ഒരിക്കലും മാലാഖയെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ബാക്കി ചെത്തിക്കളയാൻ കഴിയാത്തത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ എല്ലാം ഉള്ളിൽ ദൈവം യേശുവിൻ്റെ രൂപത്തെ കാണുന്നുണ്ട്. കാര്യം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാ നമ്മളെ എല്ലാവരെയും. പക്ഷെ പാപത്തിൻ്റെ മേധസ് പിടിച്ച്, ലോകത്തിൻ്റെ ഇച്ഛകളുടെ മേധസ് പിടിച്ച് യേശുവിൻ്റെ രൂപത്തെ അതങ്ങ് പൊതിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുറമെ ഇപ്പോൾ എന്താണ്? പാപം നമ്മളെ അങ്ങ് മൂടിയിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? യേശുവിൻ്റെ രൂപം ഒളിഞ്ഞു കിടപ്പുണ്ട്. കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അവനിരുന്ന് നമ്മുടെ ഓരോ പാപത്തിൻ്റെ ലെയറിനെയും ചിസിൽ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ സ്വരൂപത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് പക്ഷെ വളരെ പെയിൻഫുൾ ആയിരിക്കും, എന്നാലും അത് നടക്കും. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല, പക്ഷെ അത് നടക്കും. ബിബ്ലിക്കൽ ലിവിംഗ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് ഞാൻ പറയുമ്പോഴത്തേക്ക് പിശാച് വന്ന് ഒനിഡ ടി വിയിലെ പരസ്യം പോലെ വന്ന് നിന്ന് പറയുമൊന്നുമല്ല. ചിലപ്പോൾ പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സഭയുടെ നേതാവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ പാസ്റ്ററിലൂടെ ആയിരിക്കാം. പക്ഷേ ആരത് പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ വാക്കുകളല്ല. നമുക്ക് കഴിയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത തരുന്നത് വാസ്തവത്തിൽ എന്താണ്? അത് സഭ, അത് വാസ്തവത്തിൽ പിശാച് തരുന്ന ഒരു കാര്യമാണ്. ബിബ്ലിക്കൽ ലിവിംഗ് ഈസ് പ്രാക്ടിക്കൽ. അത് പ്രായോഗികമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. നമ്മുടെ ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ എനിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ ഏലിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ തീരെ ചെറിയ പ്രായത്തിൽ വായിച്ചതൊക്കെ മറ്റ് പുരാണങ്ങളിലെ ഇതിഹാസങ്ങളൊക്കെയാണ്. ഹിന്ദു പുരാണങ്ങളും ബൈബിൾ വായിക്കുന്ന അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമുണ്ടായിരുന്നതും അങ്ങനത്തെ കഥകൾ, ഹിന്ദു പുരാണങ്ങളും ഗ്രീക്ക് പുരാണങ്ങളും ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വെച്ചാൽ അവരൊക്കെ ഭയങ്കര ശക്തന്മാരായ ആളുകളാണ്, അല്ലേ? യേശു ആണെങ്കിൽ ഒരു പാവം പിടിച്ച പ്രസംഗിച്ച് വളരെ സൗമ്യനും. അപ്പോൾ എനിക്ക് ആ ശക്തിയുടെ ആ ഒരു വലിയൊരു സിമ്പലൊക്കെ മനസ്സിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച് ഇതാണ് റിയൽ തിങ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. വേദപുസ്തകം ആ രീതി വായിച്ചപ്പോഴും ഞാൻ ആലോചിച്ചു, കണ്ടോ ഏലിയാവിൻ്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഏലിയാവ് എന്തും മനുഷ്യനോ? നോക്ക്, ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ധൈര്യത്തോടെ കയറി ചെന്ന് നേരെ അവൻ്റെ മുഖത്ത് നോക്കി ആഹാബിനെതിരായിട്ടൊരു സന്ദേശം പറയുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ആഹാബെ നീ അല്ല കാര്യം തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്ന പറഞ്ഞത്, ഇല്ലേ? രാജാവിനെ വെല്ലു വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഒന്നും ചെയ്തില്ല രാജാവ്.
അന്ന് മെഷീൻ ഗണ്ണും സ്റ്റെൻ ഗണ്ണും ഒന്നും ഇല്ലെങ്കിലും വാളും കുന്തവും പരിചയമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം കടന്നാണല്ലോ പോകുന്നത്. ഇന്നെങ്ങാനും ദൈവം എന്നോട് പറയുകയാണെന്ന് വെച്ചോ, എടാ നീ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് പ്രതിഭാ പാട്ടീലിനോട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും 2 വട്ടം ആലോചിക്കും. കാര്യം അതിനകത്ത് ചെന്നിട്ട് വേണമല്ലോ, അതിനകത്തൊന്ന് കയറി കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പറയാൻ. അതിന് മുമ്പേ നമ്മൾ മിക്കവാറും ഒരു അരിപ്പയായിട്ട് പോകും, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഏലിയാവിന് യാതൊരു പ്രയാസമില്ലായിരുന്നു. അത് തന്നെയല്ല, കർമ്മേലിന്റെ കൊടുമുടിയിൽ പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കുന്നവനായ ഏലിയാവ്. അതുമല്ല, അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെടുന്നവനായ ഏലിയാവ്. ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഏലിയാവ് ആരാ, ഞാൻ ആരാ, എനിക്കിപ്പോൾ ഏലിയാവാകാൻ പറ്റുമോ? അപ്പം ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ വേദപുസ്തകത്തിലെ വലിയ സ്പിരിച്വൽ ജയൻസ് ആണ്. നമ്മളൊക്കെ പാവം പിടിച്ചവർ. സാജു എല്ലാം ആകാൻ പറ്റുള്ളൂ, എനിക്കിപ്പോൾ ഏലിയാവൊന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അതൊക്കെ ദൈവം ചില ആളുകൾക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാ. ഏതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാനതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനെ വായിച്ച് പുതിയ നിയമത്തിൽ വന്നപ്പോൾ എഴുതിയിരിക്കുക, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അത് വായിച്ചോടെ എൻ്റെ അടപ്പ് തട്ടിപ്പോയി. ഞാൻ ചിന്തിച്ചത് കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാമെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കിയത്, എനിക്കും ഏലിയാവിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ, ദൈവികമായ വിശുദ്ധിയിലും ശക്തിയിലും ആത്മാവിലുള്ള ജീവിതം വേദപുസ്തകത്തിലെ ഏത് കഥാപാത്രം ജീവിച്ചോ അതുപോലെ ജീവിക്കാനുള്ള അവരൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പീപ്പിൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ ആത്മീയമായ വലിയ ആഴമുള്ള വലിയ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഞാൻ എന്നോട് തന്നെയും ദൈവത്തോടും പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ജീവിക്കുന്നത് വലിയ ആഴമുള്ള സ്പിരിച്വൽ ലിവിങ്ങാണ്. ഇതൊക്കെ ആഴമുള്ള സ്പിരിച്വൽ ആത്മീയ ജീവിതമാണ് എന്ന് പറഞ്ഞ് കവർ ഒന്നുകൂടെ മറിച്ച് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സാധാരണ ക്രിസ്തീയ ജീവിതം. അപ്പം ഞാനത് വായിച്ചപ്പോൾ ചിന്തിച്ച് ഇതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം. പക്ഷെ വാച്ച്മാനെ എഴുതിയിരിക്കുകയാണ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന്. വേദപുസ്തക പ്രകാരം ക്രിസ്തീയ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നോർമലാണ്. അല്ലാതെ സൂപ്പർ നോർമൽ പീപ്പിളോ വലിയ സ്പിരിച്വൽ ജയൻസിന് വേണ്ടി ഒരു ജീവിതവും സാധാരണക്കാരായ നമുക്ക് വേണ്ടി വേറൊരു ജീവിതവും വേദപുസ്തകം വിഭാവന ചെയ്തിട്ടില്ല. അവന്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരാവുക എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ഒരുപോലെ ദൈവം വെച്ചിരിക്കുന്നതാ. അല്ലാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. എനിക്കും നിങ്ങൾക്കും, എത്ര വലിയ ആൾക്ക്, ബില്ലി ഗ്രഹാമിനും ബെന്നിഹീനും എനിക്കും എല്ലാവർക്കും ദൈവം ഒരു ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്. എന്താണ്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ള ചിന്ത പിശാച് തരുന്നതാണ്. വേദപുസ്തകം പറയുന്നു യു ക്യാൻ, certainly you can. അല്ലെങ്കിൽ ഇത് വേദപുസ്തകത്തിൽ എഴുതി വെക്കത്തില്ല. ദൈവം നമ്മളെ കളിപ്പിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എടുക്കാൻ വയ്യാത്തൊരു നുകം നമ്മുടെ മേലിൽ കർത്താവ് എടുത്ത് വെക്കത്തില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ അതോടൊപ്പം തന്നെ പറയും, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അല്ലേ? ഇറ്റ് ഇസ് നോട്ട് സോ ബേർഡൻസം. അത് പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇത് വലിയ പ്രയാസമാണെന്ന് തോന്നുന്നത്. എന്നാൽ അവൻ്റെ നുകം ഏറ്റ് അവനോട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നുകം എന്ന് പറയുന്നത് അവിടെ കർത്താവ് പറയുന്ന ഇതാണ്, ഞാൻ ഒരു സൈഡിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പ്ലോ ചെയ്യുമ്പോഴേ കലപ്പ കൊണ്ട് നമ്മൾ ഉഴുതു പോകുമ്പോഴത്തേക്ക് 2 കാള 2 സൈഡിൽ നിൽക്കുന്നുണ്ട്. ഒരിക്കലും മെരുക്കമില്ലാത്ത 2 കാളയെ വെച്ച് എന്ത് ചെയ്യത്തില്ല? ഉഴാനായിട്ട് വിടത്തില്ല. മെരുക്കമുള്ള ഒരു കാളയും മെരുക്കമില്ലാത്ത ഒരു കാളയും ഇതിന് 2നെയും കൂടെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഉഴാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ മെരുക്കമുള്ള യേശു വലതുവശത്ത് നിൽപ്പുണ്ട്, ഇപ്പുറത്താരാ നിൽക്കുന്നത്? മെരുക്കമില്ലാത്ത ഞാനാ നിൽക്കുന്നത്. എനിക്ക് വിശുദ്ധ ജീവിതം ഒന്നും അറിയത്തില്ല. എനിക്ക് ഇടതുവശത്ത് പുല്ല് കാണുമ്പോൾ അങ്ങോട്ട് തിരിയണം, അല്ലേ? ജഡത്തിന്റെ ഇച്ഛകൾ അവിടെ ഇവിടെ കാണുമ്പോഴെല്ലാം അങ്ങോട്ട് എനിക്ക് തിരിയണം. പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിയാൻ ആര് സമ്മതിക്കത്തില്ല? ഈ കാള സമ്മതിക്കത്തില്ല. കാര്യം നുകം 2ഉം കൂടെ ഒരുമിച്ച് യോക്ക് ചെയ്തിരിക്കുക, അല്ലേ? എന്നതുപോലെ കർത്താവിനോട് ചേർന്നാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ വിശുദ്ധ ജീവിതം ഒരിക്കലും അസാധ്യമല്ല. തന്നെ നടക്കുകയാണെങ്കിൽ, മെരുക്കമില്ലാത്തൊരു കാള തന്നെ നടന്നാൽ ഒരിക്കലും ഉഴാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സൈഡിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും? യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നത്. അവൻ്റെ നുകം, അവൻ വലത്തുവശത്തും ഞാൻ ഇടതുവശത്തും നിൽക്കണം. അങ്ങനെ വേണം ക്രിസ്തീയ ജീവിതം. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം, നമുക്ക് കഴിയുകയില്ല അല്ലെങ്കിൽ എന്നുള്ള ഈ ഭാഗം വാസ്തവത്തിൽ പിശാച് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ
നമുക്ക് സാധ്യമാണ്. എന്തുകൊണ്ട് സാധ്യമാണ്? നമ്മുടെ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എനിക്ക് സ്വയമായിട്ട് കഴിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എനിക്കത് സാധ്യമാണ്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എനിക്ക് സ്വാഭാവികമായ അത് ഞാൻ ട്രെയിൻഡ് അല്ല, പക്ഷെ അപ്പുറത്ത് ആര് നിൽക്കുന്നു? യേശു നിന്ന് എന്നെ നയിക്കുന്നത് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് തന്നു കൊടുക്കാനാ, ഇതെന്നെങ്കിലും നന്നാകുമോ? മതിൽ പണിയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? പകുതിയൊക്കെ പണിതില്ലയോ, ഇനി അങ്ങ് നിർത്തരുതോ? പകുതി പണിതിട്ട് എന്താ അർത്ഥം, അല്ലേ? നോൺ പെന്തിക്കോസ്റ്റൽ എക്യുമെനിക്കൽ സർക്കിളിലെ പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കും, എന്തിനാ സാജു ഈ പെന്തിക്കോസുകാരുടെ കൂടെ കൂടി എന്തിനാ ഇങ്ങനെ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? പെന്തിക്കോസ് പറഞ്ഞുകൊണ്ട് ഇയാൾ പുറത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഇത് നന്നാക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല, പിന്നെ എന്തിനാ ഈ കാര്യം ഇട്ടേച്ചങ്ങ് പോവും, അല്ലേ? എപ്പോഴും ആളുകൾ ചോദിക്കുന്നത്, ഇത് ശരിയാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പെന്തിക്കോസ് പോലെ ശരിയാകൂ? മതിൽപ്പണി നടക്കത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല എന്നുള്ളത് നമ്മളോട് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ആത്മീകമായ ഒരു കാഴ്ചപ്പാടല്ല. എന്നാൽ ഈ പകുതി പണി നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഒരു വേലി പണിയാ അല്ലെങ്കിൽ ഒരു മതിൽ പണിയാണെന്ന് വെച്ചോ, അതിന്റെ ബേസ്മെന്റ് ഇട്ടതുകൊണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ? ഇല്ല. പകുതി പണിതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ശത്രുവിന് കടക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഇത് പണിതേലേ പറ്റൂ. അതുവരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പണിതുകൊണ്ടിരിക്കണം. ഇനി അതിന്റെ 11-ാം വാക്യത്തിൽ അവർ പണി നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ചെയ്യുന്നതായ കാര്യം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവര് ഒളിപ്പോര് ചെയ്യാനായിട്ട്, നേരിട്ട് യുദ്ധം ചെയ്യാനാണ് ആദ്യം അവർ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ ഒളിപ്പോര് ചെയ്യാനായിട്ട് ഒളിപ്പോര് നടത്താനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. നമ്മൾ ആരും അറിയാതെ പെട്ടെന്ന് ചെയ്യുന്നത് അവരെ കൊന്നിട്ട് പിന്നെ ആൾക്കാരെ അറിയാവൂ. എന്തുകൊണ്ട് അവർ ഒളിപ്പോരിനെ പ്ലാൻ ചെയ്യുന്നറിയാമോ? ശത്രു അത്ര നിസാരനല്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ്. നെഹമയാവും പണിയാൻ തയ്യാറായി വന്നിരിക്കുന്ന യഹൂദ്യരും നിസാരന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്തേനെ? നേരിട്ട് യുദ്ധം ചെയ്തേനെ. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഒളിപ്പോര് നടത്തുന്ന ആളുകൾ. ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെതിരെ ശത്രു ആദ്യം പിണങ്ങി, പിന്നെ പരിഹസിച്ചു, നിന്ദിച്ചു, ദുരാരോപണം നടത്തി, മഹാകോപം കാട്ടി, യുദ്ധത്തിനൊരുങ്ങി, ഇപ്പോഴേറ്റവും ഒടുവിൽ ഒളിപ്പോര്. പല സമയത്തും ആത്മീയ കാഴ്ചപ്പാടിൽ ആത്മീയമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് യുദ്ധം പലപ്പോഴും നേരിട്ടല്ല. ഒരു പക്ഷേ അവർ ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ടായിരിക്കും, നിരാശ, വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം, അല്ലെങ്കിൽ സ്വഭാവഹത്യ, ക്യാരക്ടർ അസാസിനേഷൻ, അല്ലെങ്കിൽ മക്കൾ വരുത്തുന്നതായ മുറിവുകൾ, വ്യാജ സഹോദരന്മാരാലുള്ള ആപത്ത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, അധികം സമയമില്ലെങ്കിൽ ഞാൻ പറയട്ടെ. ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്റ്റേജ്. പലപ്പോഴും മിഷൻ ഫീൽഡുകളിലും മറ്റും ഞാൻ മിഷണറീസിന്റെ ചരിത്രവും അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും ചരിത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മാത്രം ചിലർക്ക് മാത്രമുള്ള കാര്യങ്ങളല്ല. പഴയ കാലത്ത് മാത്രം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഒറീസയിലെ റൈക്കിയായിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്ന പാസ്റ്റർ ഇപ്രാവശ്യം ദിവ്യസുന്ദരം എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. അയാളുടെ ഭാര്യയെ ഞാൻ പോയി കണ്ടു, ആ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പാസ്റ്ററുടെ ഭാര്യയെ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്ലാൻ? അവർ പറഞ്ഞു, എൻ്റെ ആങ്ങള, അതായത് എൻ്റെ സഹോദരൻ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്, എൻ്റെ പിതാവ് ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്, അവരെല്ലാം ഹിന്ദുക്കളാണ്, ഞാൻ മാത്രമാണ് വിശ്വാസത്തിൽ വന്നത്. ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എനിക്കറിയാം, അവർ അദ്ദേഹത്തിന്റെ പേര് വരെ പറഞ്ഞു, തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന് കഴുത്തു വെട്ടി. ഇത് കണ്ടോണ്ട് നിന്ന സ്ത്രീയാ. ഞാൻ ഇവിടെ ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ? റൈക്കായി തിരിച്ചു പോകുന്നുണ്ടോ? എന്ന് പറഞ്ഞില്ല. പിന്നെന്താ നിങ്ങളുടെ പ്ലാൻ? നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അവർ പറഞ്ഞു, ഒരിക്കലും എനിക്ക് ആലോചിച്ചിട്ട് പോലും ഇല്ല എൻ്റെ യേശുവിനെ വിട്ടിട്ട് ഞാൻ പിന്മാറിപ്പോകുന്നു. അവർ ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്ത്യാനിയായിട്ട് പോയിട്ട് എന്തിനാ ഇങ്ങനെ പട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നീ തിരിച്ചു വാ, ഞാൻ നിന്നെ രാജാവിനെ പോലെ നോക്കാമെന്നൊക്കെ എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, ഞാൻ എൻ്റെ യേശുവിനെ വിട്ട് കളയത്തില്ല. ഞാൻ ചോദിച്ചു, നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നാ? പറഞ്ഞു, റൈക്കിയാൽ ഞാൻ തിരിച്ചു പോകത്തില്ല. എൻ്റെ കുഞ്ഞിന് ഒരു മോളെ ഉള്ളൂ, മൊണാലിസ എന്ന അവളുടെ പേര്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വേദോസം എടുത്ത് സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അവളോട് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത്.
പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ